ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് ചുരിദാർ കട്ടിംഗ് ആണ്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് അളവ് 45.5 ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 44, അപ്പർ ചെസ്റ്റ് 42.5, വേസ്റ്റ് അളവ് എന്ന് പറയുന്നത് 42, ഹിപ്പ് 50, ഷോൾഡർ 16, ആം ഹോള് 19. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതിൻ്റെ സെൻറ്റർ ലൈൻ വരയ്ക്കുക. ഓക്കെ, ഈ വശങ്ങളൊക്കെ കറക്റ്റായിട്ട് വരയ്ക്കാം. ഇനി ഇവിടെ നമുക്ക് 0 എന്ന് നമ്പർ കൊടുക്കാം. ഇവിടെ നിന്ന് 0 എന്ന് പറഞ്ഞ ഈ പോയിന്റിൽ നിന്ന് ഈ മൂലക്കാണ് 0 എന്ന് കൊടുത്തേക്കണേ. ഓക്കെ, 0യിൽ നിന്ന് 1 ഇഞ്ച് താഴത്തേക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണേന്ന്. ഓക്കെ, ഇപ്പോൾ ഷോൾഡർ സ്ലോപ്പ് ഇത്രയും കൊടുക്കുന്നത് എന്തിനാണെന്നൊക്കെ ഉള്ളത് അടുത്ത തന്നെയുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് നെക്ക് റൗണ്ട് കഴുത്ത് ചുറ്റിയിട്ടുള്ള അളവ് ഇപ്പോൾ ഏകദേശം ഞാനിവിടെ ഒരു 3 ഇഞ്ച് ഇപ്പോൾ നെക്ക് റൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് കോളർ റൗണ്ടാണ്, കോളർ ആ ഭാഗത്തുള്ള റൗണ്ടാണ്. അപ്പോൾ അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏകദേശം ഞാനൊരു 3 ഇഞ്ച് കൊടുക്കണേന് അത് പോയിൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ പോയിന്റ് നമുക്ക് 2 എന്ന നമ്പർ കൊടുക്കാം, ഈ പോയിന്റിന് 3 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇനി അടുത്ത് നമ്മുടെ ഷോൾഡർ എത്രയാണ്? 16ൻ്റെ ഹാഫ്, അതായത് സെയിം നമ്മുടെ കറക്റ്റ് ഷോൾഡർ എത്രയാണോ അത് തന്നെയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. 8 ഇഞ്ചാണ്. 16ൻ്റെ പകുതി 8 ഇഞ്ച്, 16ന് ഹാഫ് ചെയ്യുക. ഓക്കെ, അതിന് നമുക്ക് 4 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇനി ഈ 4 എന്ന് പറഞ്ഞ പോയിന്റും 3 എന്ന് പറഞ്ഞ പോയിന്റും കൂടി ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ആം ഹോൾ ഡെപ്ത് കണ്ടുപിടിക്കണം. ആം ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വരയ്ക്കുന്നത് ഇപ്പോൾ ബാക്കാണ്. അപ്പോൾ നമ്മുടെ എത്രയാണോ അപ്പർ ചെസ്റ്റ് അതിൻ്റെ കൂടെ എത്രയാണോ ലൂസ് അത് കൊടുക്കുക. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഞാൻ 3 ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 11.37. ഇപ്പോൾ നമുക്കത് പോയിന്റ് ചെയ്യാം. ഇതിന് നമുക്ക് 5 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഈ 5 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഉള്ളിലേക്ക് 3/4 ഇഞ്ച് കുറക്കുക. ഈ അപ്പർ ചെസ്റ്റിൽ നിന്ന് 3/4 ഇഞ്ച് കുറക്കുക. അപ്പോൾ നമുക്ക് ഈ പോയിന്റിന് 6 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഈ 6ൽ നിന്ന് 4ലേക്ക് എത്രയാണ് ഈ 6 എന്ന് പറഞ്ഞ പോയിന്റും 4 എന്നുള്ള പോയിന്റും കൂടിയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക, 2.5. ഓക്കെ, ഈ 2.5 ഇങ്ങനെ വെച്ചിട്ട് ഈ 4ാമത്തെ ഈ പോയിന്റിൽ വെച്ചിട്ട് എത്രയാണ് നമ്മുടെ ആം ഹോള്? 19.5. അതിനെ ഹാഫ് ആക്കുക. 19.5യുടെ ഹാഫ് 9.75. അപ്പോൾ 2.5 ഇവിടെ വെച്ചിട്ട് 9.75 ഇവിടെ പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇതിന് നമുക്ക് 7 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇനി ഇത് കറക്റ്റാണോ നോക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 4 എന്ന് പറഞ്ഞ 2ൽ നിന്ന് 4ലേക്കുള്ള നമ്മുടെ ഷോൾഡർ സെയിം തന്നെ 8 ഇഞ്ച് കൊടുക്കുക. ഇത്തിരി നീങ്ങിയിട്ടുണ്ട്. ഇനി 7ൽ നിന്ന് 4ലേക്ക് എത്രയാണ്? 7.25. ആ 7.25 തന്നെ 2ൽ നിന്ന് കൊടുക്കുക സെൻറ്റർ ലൈനിൽ. ഓക്കെ, നമുക്കിവിടെ 8 എന്ന് പറഞ്ഞ് കൊടുക്കുക ഈ പോയിന്റിന്. ഈ 8ഉം ഈ 7 എന്ന് പറഞ്ഞ പോയിന്റും കൂടി ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ഇനി 2ൽ നിന്ന് 5 സെയിം ഇവിടെ പോയിന്റ് ചെയ്യുക. അതായത് അപ്പർ ചെസ്റ്റിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ് കൂട്ടി അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്രയാണ്? 11.37. അതായത് 11.25 ഒരു പോയിന്റിൻ്റെ പകുതി, ഏകദേശം ഇത്ര കൊടുക്കണേന്. ഓക്കെ, ഇത് നമുക്ക് 9 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇനി 7 എന്ന് പറഞ്ഞ പോയിന്റും 4 എന്ന് പറഞ്ഞ പോയിന്റും കൂടി ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. 7 എന്ന് പറഞ്ഞ പോയിന്റും 4 എന്ന് പറഞ്ഞ പോയിന്റും കൂടി ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റ് കാണണം. 7.25 അതിൻ്റെ മിഡ് പോയിന്റ് പോയിന്റ് ചെയ്യുന്നു. ഇത് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ A കൊടുക്കാം. ഈ പോയിന്റിന് ഉള്ളിലേക്ക് 4 ഇഞ്ച്, ബാക്കിലാണെങ്കിൽ 4 ഇഞ്ച് നമ്മൾ പോയിന്റ് ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് B എന്ന് പറഞ്ഞ നമ്പർ ലെറ്റർ കൊടുക്കാം. ഇനി ഇത് നമുക്കിനി ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ഈ 4 എന്ന് പറഞ്ഞ് Bയിലേക്ക് ജോയിൻ ചെയ്ത് കർവ് ചെയ്ത് വരക്കാം.
ഇനി ബിയിൽ നിന്ന് B9 എന്ന് പറഞ്ഞ ലൈനിലേക്ക് കർവ് ചെയ്ത് വരക്കാം. ഓക്കെ, കറക്റ്റ് നമുക്ക് നോക്കാം. ആം ഹോൾ എത്രയാണ് നമുക്ക് വേണ്ടത്? 9.75 വേണം. ഒരു പോയിന്റ് കൂടുതലാണ്, നമുക്കൊന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് വരക്കാം. കൂടുതലാണെങ്കിൽ നമുക്ക് നീക്കി വരക്കാം. ഒരു പോയിന്റ് കുറവാണ് ഇപ്പോൾ. ഓക്കെ, 9.25 ഉണ്ട്. ചെറിയ പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ. ഇത് കറക്റ്റാണ്. ഇനി നമുക്ക് ബ്രസ്റ്റ് അളവ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ അതിന് നമുക്ക് അപെക്സ് വിട്ട് കാണുന്നതിന് ആദ്യം ബ്രസ്റ്റ് അളവ് എത്രയാണ്? 45.5. അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബ്രസ്റ്റ് അളവ് എത്രയാണോ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് അപെക്സ് വിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 4.5. അപ്പോൾ 4.5 നമുക്ക് പോയിന്റ് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഈ ലൈനിലാണ് പോയിന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് സ്മോൾ ലെറ്റർ A കൊടുക്കുക. ഈ എയിൽ നിന്ന് താഴത്തേക്ക് ബ്രസ്റ്റ് ഡെപ്ത് കൊടുക്കാം. ബ്രസ്റ്റ് പോയിന്റിൻ്റെ ആ ഇറക്കം ഇവിടെ നമ്മൾ 11 കൊടുക്കണേണ്. ഇവിടെ നിന്ന് നമുക്ക് സെയിം കറക്റ്റ് 4.5 തന്നെ വെച്ച് നോക്കാം. സെൻറ്റർ ലൈനിൽ വെച്ചിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പോയിന്റ്. ഇനി സെയിം ഇതിങ്ങനെ വെച്ചിട്ട് 11 വരുമ്പോഴേക്കും ഈ 2ൻ്റെ ഈ ലൈനിൽ നമുക്ക് 10.15 കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് B എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുക. ഈ Bയിൽ നിന്ന് ഇവിടെ നമുക്ക് ഈ സെൻറ്റർ പോയിന്റിന് നമുക്ക് 10 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഈ സെൻറ്റർ പോയിന്റും Bയും 10.15, അതായത് 10 എന്ന് പറഞ്ഞ പോയിന്റും B എന്ന് പറഞ്ഞ ലെറ്ററും കൂടി. അപ്പോൾ 10.15 തന്നെ സെയിം 2ൽ നിന്നും താഴത്തേക്ക് കൊടുക്കുക സെൻറ്റർ ലൈനിൽ. ഇതിന് നമുക്ക് 11 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഈ 11 എന്ന് പറഞ്ഞ പോയിന്റും 10 എന്ന് പറഞ്ഞ പോയിന്റും കൂടി ജോയിൻ ചെയ്ത് ലൈൻ വരക്കുക. ഓക്കെ, ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് എത്രയാണെന്ന് നോക്കാം. വേസ്റ്റ് ലെങ്ത് ഇവിടെ 15 ഇഞ്ചാണ് ഞാൻ കൊടുത്തേക്കുന്നത്. 15.5 കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പോയിന്റ് ചെയ്യുക. ഇനി അത് ലൈൻ വരക്കുക. ഇത് വളഞ്ഞു പോരുത്. കറക്റ്റ് L സ്ക്വയർ ഉപയോഗിച്ച് വരക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ബ്രസ്റ്റ് അളവ് നമുക്ക് എത്രയെന്ന് നോക്കാം. ബ്രസ്റ്റ് അളവ് ഞാൻ 1 ഇഞ്ചാണ് ലൂസ് കൂട്ടുന്നത്. അപ്പോൾ 45.5, 45.5യുടെ കൂടെ 1 ഇഞ്ച് ലൂസ് കൂട്ടിയപ്പം 46.5. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 11.625 കിട്ടും. അപ്പോൾ 11.11 ഒരു പോയിന്റും കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് 12 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ വേസ്റ്റ് ലൈനിൻ്റെ ഇവിടെ നമുക്ക് ഈ നമ്പറിന് ഇവിടെ 13 കൊടുക്കാം. ഇവിടെ നിന്ന് സെൻറ്റർ പോയിന്റ് എത്രയാണോ നമ്മുടെ ഈ ഇവിടുത്തെ അളവ് ആ സെയിം തന്നെ ഇവിടെ കൊടുക്കാം. 4.5, അതായത് 11 to 10 എത്രയാണോ സെയിം അത് തന്നെ കൊടുക്കാം. അതിന് 14. ഇനി ഇവിടെ നിന്ന് വേസ്റ്റ് ലൈൻ നമുക്ക് എത്രയാണ്? നമ്മുടെ വേസ്റ്റ് അളവ് എത്രയാണ്? 42. അപ്പം 42ൻ്റെ കൂടെ ഞാനിവിടെ 3 ഇഞ്ചാണ് ലൂസ് കൂട്ടിയിരിക്കുന്നത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 11.25 കിട്ടും. അപ്പോൾ അത് പോയിന്റ് ചെയ്യുക. 11.25. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക്
15 എന്ന് തന്നെ നമ്പർ കൊടുക്കാം. ഇനി നമുക്ക് ഹിപ്പ് എത്രയാണെന്ന് വെച്ചാൽ പോയിന്റ് ചെയ്യുക. ഹിപ്പ് എത്രയാണ്? നമ്മുടെ ഹിപ്പ് അളവ്, ഹിപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ഞാൻ 21 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇനി നമ്മുടെ ഹിപ്പ് 50 ഇഞ്ച്, അപ്പോൾ 50 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ചാണ് ലൂസ് കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 12.75 കിട്ടും. അപ്പോൾ അത് പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിത് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് 15 ബ്രസ്റ്റ് അളവിനെ നമ്മൾ തൊടുന്നില്ല. 15ഉം 9ഉം കൂടി ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കാം. ഇനി 15ഉം ഇവിടെ നിന്ന് ഹിപ്പിൻ്റെ, ഇപ്പം നമുക്ക് ഇവിടം വരെയാണ് നമ്മുടെ ഇത് സ്ലിറ്റിൻ്റെ അളവ് വരണമെങ്കിൽ അവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് സെയിം 12.75 തന്നെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്നാണ് ഞാൻ ഈ 15ലേക്ക് ഷേപ്പ് ചെയ്യണത്. ഓക്കെ, ഇനി ഇത് ഓക്കെ, ഇവിടെ ഞാൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇനി ഇവിടെ ഞാൻ ഒരു ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഈ നമ്മുടെ ഈ പോയിന്റ് 12 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് എത്രയാണ് പുറത്ത് കിടക്കണേന്ന് നോക്കുക. കാലിഞ്ചാണ് നമുക്ക് ബാലൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഫ്രണ്ടിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഞാനിവിടെ ടക്ക് കൊടുത്തിട്ടില്ല, കഴുത്തും വരച്ചിട്ടില്ല. അപ്പം ഞാൻ ബാക്കിൽ ഞാൻ കൊടുക്കുന്നത് 6 ഇഞ്ചാണ്. ഞാനിവിടെ ഇതിൻ്റെ ഈ ഷോൾഡർ റെഡ്യൂസ് ചെയ്യണത് ഏകദേശം ഒരു ഇഞ്ച് നമുക്ക് കൊടുക്കാം. 1 ഇഞ്ച്, 1.25 ഇഞ്ച്. ഓക്കെ, ഇവിടെ ഞാൻ പോയിന്റ് ചെയ്ത് ഇവിടെ ഞാൻ X എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുകയാണ്. ഇനി ഈ പോയിന്റും നമ്മുടെ L സ്ക്വയർ ഉപയോഗിച്ചിട്ട് 10 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മുടെ സെൻറ്റർ പോയിന്റും തമ്മിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ മൂല ഈ സെൻറ്ററിൻ്റെ ഈ ലൈനിൽ തന്നെ, സെൻറ്റർ ലൈനിൽ ഈ മൂല വരത്തക്ക വിധത്തിൽ എക്സും കൂടി പോയിന്റ് ചെയ്തക്ക വിധത്തിൽ ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിതിന് Y എന്ന് തന്നെ കൊടുക്കാം. ഈ പോയിന്റിന് ഇനി 11ൻ്റെയും Yയുടെയും മിഡ് പോയിന്റിൽ സ്കെയിൽ വെച്ചിട്ട് എക്സിലേക്കൊരു ലൈൻ വരക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഷോൾഡർ കുറഞ്ഞ് കിട്ടി. നമ്മുടെ ഈ 8 ഇഞ്ച് എന്നുള്ളത് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ വരുന്ന വീഡിയോയിൽ ഞാൻ കാണിക്കാം. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് ടക്ക് അടയാളപ്പെടുത്താം. സീറോയിൽ നിന്ന് 3യിലേക്ക്, 3യിൽ നിന്ന് 4ലേക്ക്, ഇനി 4ൽ നിന്ന് Bയിലേക്ക്. Bയിൽ നിന്ന് 9ലേക്ക്. ഓക്കെ, ഈ സെൻറ്റർ ലൈനും കറക്റ്റ് ചേർത്ത് ഞാൻ വെട്ടണം.
ഞാൻ 10 to 14 ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ 15 തൊട്ട് 14 വരെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. 14 തൊട്ട് 10 വരെ. ഓക്കെ, ഇനി നമ്മുടെ ഇവിടെ 11 to y ഞാൻ ഫോൾഡ് ചെയ്തു. പിന്നെ ഇവിടെ ഞാൻ 0 to x ഫോൾഡ് ചെയ്തു. ഈ ലൈനും ഫോൾഡ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഒരു ഗ്യാപ്പ് വരും. ഇതാണ് നമ്മുടെ ശരിക്കും ബാക്കിലെ ടക്കളവ്. നമ്മളിവിടെ 1 ഇഞ്ച് ഇത് ടക്കിനും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ തുണിയിലോട്ട് വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇതിങ്ങനെ വരയ്ക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാലും ഇങ്ങനെ വെച്ച് വരച്ചാലും കുഴപ്പമില്ല. ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിങ്ങനെ തന്നെ ഇവിടം വരെയും വരച്ചിട്ട് ഇവിടം വരെ ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂസിങ് തന്നെ. ഞാനിത് നമുക്കിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയില്ലേ. ഇനി നമുക്കിവിടെ ഒരു പേപ്പർ വെച്ച് വെക്കാം. എന്നിട്ട് നമുക്കിവിടെ ടക്ക് അടയാളപ്പെടുത്താം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂസിങ് വരും. ഞാനിവിടെ ഒരു പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിക്കാൻ പറയണം. ഇനി ഇവിടെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് ഇത്രയും ഭാഗം കൂടുതലായിട്ടുണ്ട് അല്ലേ. ഓൾറെഡി നമ്മളിവിടെ ഈ ഗ്യാപ്പാണ് നമ്മൾ ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഒന്ന് നമ്മൾ ഈ 9ലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. 15 തന്നെ ഇപ്പോൾ ഈ ഗ്യാപ്പ് ഒട്ടിച്ചിരിക്കുന്നതും ഇതെല്ലാം കൂടി ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്കൊരു പോയിൻറ്റും കൂടി ജസ്റ്റ് ഒന്ന് മറ്റേത് 4 ഇഞ്ചായിരുന്നു ഈ ലൈനിൻ്റെ ഇത്. അപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പോയിൻറ്റും കൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ 4 ഇഞ്ചും ഒരു പോയിൻറ്റും കൂടിയാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നമുക്കിനി കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഫ്രണ്ടും കൂടി വരച്ചിട്ട് കട്ട് ചെയ്യാം. ചില സമയത്ത് ആം ഹോളിൻ്റെ അളവ് നമുക്ക് ഫ്രണ്ടിൽ കട്ട് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ കയറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് ഇവിടെ ഗ്യാപ്പ് കൂട്ടേണ്ടി വരും. ഓക്കെ, പിന്നെ നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. ഞാനിവിടെ 6 ഇഞ്ചാണ് പോയിൻ്റ് ചെയ്യണത്. ഇവിടെ നമുക്ക് 3 ഇഞ്ചും കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ ബാക്കിൽ ഇവിടുത്തെ ടക്കും കൂടി പോയിൻ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ അരയിഞ്ച് വെച്ചിട്ടാണ് ടക്ക് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കണം. കാരണം നമ്മുടെ ഫ്രണ്ടിലെ പോർഷൻ കൂടി നമ്മൾ ഇവിടെ ടക്കിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് ഫ്രണ്ടിലത്തെ കഴിഞ്ഞിട്ട് വരച്ചിട്ട് നമുക്കിവിടെ ടക്കിട്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ഫ്രണ്ടിലെ പോർഷൻ കട്ട്